ഷെഫേ, എന്നാ മോനെ? ഇന്ത്യൻ ക്യുസീനെ കുറിച്ച് പറഞ്ഞല്ലോ ഷെഫ്. ഏതേ? അതേപോലെ തന്നെ ചൈനീസ് ക്യുസീനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരോ? ചൈനീസ് കുസീനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ട് പറ്റത്തില്ല, എങ്കിലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. വളരെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള കുളിനറി ട്രഡീഷനാണ് ചൈനയ്ക്കുള്ളത്. പ്രധാനമായും 8 തരത്തിലുള്ള റീജിയണൽ കുസീനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇവ ആങ്ഹ്വൈ, ഫുജിയാൻ, ഗ്വാന്തോങ്, ഹെനാൻ, ജിയാങ്സു, ഷാന്തോങ്, സെഷ്വാൻ, ഷെജിയാങ്. ആങ്ഹ്വൈ ട്രഡീഷനിൽ കൂടുതലായിട്ടും വൈൽഡ് ഇൻഗ്രീഡിയൻസ് ആണ് അവർ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേസിംഗ് മെത്തേഡാണ് കുക്കിംഗ് ടെക്നിക്സിൽ അവർ ഉപയോഗിക്കുന്നത്. ഫുജിയൻ ട്രഡീഷനിൽ കടൽ വിഭവങ്ങളും അതുപോലെ തന്നെ പർവ്വതങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളുമാണ് സാധാരണയായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഉമാമി റിച്ച്ഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സൂപ്പുകൾ ധാരാളമായിട്ട് അവരുടെ കുസീനിൽ കാണാനായിട്ട് സാധിക്കും. ഗ്വാന്തോങ് അല്ലെങ്കിൽ കാൻഡനീസ് കുസീനിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കുക്കിംഗ് ആണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡിംസമും ഹക്ക കൾച്ചറും ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഇനിയുള്ളത് ഹൂനാൻ ട്രഡീഷനാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള ഫ്രഷ് ചില്ലീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുസീനാണ് നമുക്ക് ഹൂനാൻ ട്രഡീഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ചില്ലി പെപ്പേഴ്സും ഗാർലിക്കും ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുമാണ് ഹെനാൻ കുസീന്റെ പ്രത്യേകത. ജിയാങ്സു ട്രഡീഷനിൽ സേവറി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡാണ് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഷാന്തോങ് ട്രഡീഷനിലോ സോൾട്ടി, സേവറി, ക്രിസ്പി ആൻഡ് ടെൻഡർനെസ് ആയിട്ടുള്ള ഫുഡുകളാണ് സെർവ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഗ്രീൻ ഒണിയൻസും ഗാർലിക്കും വിനേഗറും ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ കുസീനിൽ നമുക്ക് കാണാൻ സാധിക്കും. സെഷ്വാൻ ഫുഡുകൾ ബോൾഡ് ആൻഡ് സ്പൈസിനെസ് കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. സെഷ്വാൻ പെപ്പേഴ്സും ചില്ലി പെപ്പേഴ്സും ഗാർലിക്കും ബ്ലാക്ക് പെപ്പറുമാണ് പ്രധാനമായിട്ട് ഇവരുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുക. യൂനാനും ഹുബെയും ഗുജോ പ്രൊവിൻസുകളും സെഷ്വാൻ കുസീനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ഷെജിയാങ് ട്രഡീഷൻ ഫോക്കസ് ചെയ്യുന്നത് ഫ്രഷ് ആൻഡ് സീസണൽ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മെറ്റിക്കുലസ് പ്രസന്റേഷനുമാണ്. ഷാവോ ഷിങ് റൈസ് വൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇവരുടെ ഡിഷുകൾ വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിലേതുപോലെ തന്നെ നോർത്ത് റീജിയനിൽ വീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റുകളും സൗത്ത് റീജിയനിൽ റൈസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡുകളുമാണ് ചൈനയിലും ഉപയോഗിക്കുന്നത്.